നമ്മുടെ പാഠപുസ്തകത്തിൽ ഒത്തിരി പാട്ടുകളുണ്ട്. ഇതിൽ ചില പാട്ടുകൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ആ പാട്ടുകൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതിൻ്റെ വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ. നമുക്ക് തന്നെ വായിക്കാവുന്നതാണ്. ആ പാട്ടുകളുടെ ഓരോ ലൈനും ആത്മഭാരത്താൽ, ആത്മാവിൻ്റെ നിറവിൽ അനേകർ എഴുതിയ പാട്ടുകളാണ്. ഒരുപക്ഷെ അതിലുള്ള പല പാട്ടുകളും നമുക്ക് പാടാൻ അറിയത്തില്ലായിരിക്കും. പക്ഷെ സ്റ്റിൽ വി ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, അല്ലേ? അത് നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാകും. എന്നാൽ എന്തെങ്കിലും നമ്മൾ ഒരു പാട്ടിൻ്റെ ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ട്യൂൺ അറിയാൻ വയ്യാതിരുന്ന പാട്ടിൻ്റെ ട്യൂൺ കിട്ടിക്കഴിയുമ്പോൾ അത് ഇച്ചിരൂടെ നമുക്ക് ഹൃദ്യമായിട്ട്, ഇച്ചിരൂടെ നന്നായിട്ട് നമുക്ക് തോന്നും. ആ പാട്ടിന് രണ്ട് അംശങ്ങളുണ്ട്. അതായത് ഒന്ന് അതിൻ്റെ വരികൾ, ലിറിക്സ്. ഈ ലിറിക്സ് വായിച്ചാൽ നമുക്ക് ഒരു ലെവലിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. വി അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ് വാട്ട് ദ പോയറ്റ് ഈസ് ടെല്ലിങ്. ഈ എഴുതിയ ആള് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആ ലിറിക്സ് വായിച്ചാൽ മനസ്സിലാകും. ബട്ട് വൺസ് ദാറ്റ് മ്യൂസിക് കംസ് ഇൻ ടു ദാറ്റ്, അതിൽ ആ മ്യൂസിക് വരുമ്പോൾ അതിനെ വേറൊരു നിലയിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. വി ആർ ഗോയിങ് ടു എ ഡിഫറെന്റ് ലെവൽ. ഈ മ്യൂസിക് എവിടെ ആയിരുന്നു ഇരുന്നേ? മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈണം. ആ ഈണം എവിടെയായി ഇരിക്കുന്നത്? പാട്ടിൻ്റെ അകത്താണോ ഇരിക്കുന്നത്? ലിറിക്സിലാണോ ഇരിക്കുന്നത്? അത് എവിടെയാ ഇരിക്കുന്നത്? സംവെയർ സംബഡി ഗേവ്, അല്ലെ? അപ്പോ ഈ പാട്ടുമായിട്ട് ആ ട്യൂണ് അങ്ങ് എംബഡായിപ്പോയി. നമുക്കിപ്പോ ആ ട്യൂൺ പഠിച്ചു കഴിയുമ്പോൾ ഈ പാട്ട് കണ്ട ഉടനെ ആ ട്യൂൺ അങ്ങ് മനസ്സിൽ വരും. ഇത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ പസിൽ. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഈ ലിറിക്സ്, ട്യൂൺ എവിടെ ആയിരുന്നു ഇരുന്നത്, എന്നിട്ട് ആ ട്യൂൺ ഇതിനോട് എങ്ങനെ മെർജ് ചെയ്തു. ഇപ്പൊ നമുക്ക് ആ ലിറിക്സ് വായിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ പാട്ടിന്റെ ട്യൂണാണ് ഓർമ്മ വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രിന്റഡ്. ട്യൂൺ ഇതിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. ചില ഇംഗ്ലീഷ് പാട്ട് പുസ്തകത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ട്യൂണ് നൊട്ടേഷൻസ് ഉണ്ടാവും. സോ ഇത് ഇൻസെപ്പറബിൾ ആണോ, നമുക്ക് വിടുവിക്കുവാൻ പറ്റുന്നതാണോ, ഇത് ഒന്നിച്ചിരിക്കുന്ന സാധനമാണോ? ഞാൻ അതിന്റെ കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ മെനി തിങ്സ്. അതായത് ഈ മ്യൂസിക് ഇല്ലാതെ, അല്ലെങ്കിൽ ഈണമില്ലാതെ തന്നെ പാട്ടിന് എക്സിസ്റ്റ് ചെയ്യാനൊട്ടും. പക്ഷേ ഈണം വരുമ്പോൾ ആ പാട്ടിന്റെ മനോഹാരിത കൂടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ എൻജോയ്മെന്റ് കൂടുകയാണ്. ഇതേപോലെയാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. നമ്മുടെ ലോകത്തിലുള്ള പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്ന തലങ്ങളും ഉണ്ട്, മനസ്സിലാക്കാൻ പറ്റാത്ത തലങ്ങളും ഉണ്ട്. ഡിഫറെന്റ് ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പാട്ട് വായിക്കുന്ന ആൾക്ക് പാട്ട് മാത്രം മനസ്സിലാകും, എന്നാൽ ട്യൂൺ അറിയില്ല. എന്നാൽ ട്യൂണും കൂടെ കിട്ടിക്കഴിയുമ്പോൾ അതിനൊരു ആസ്വാദനം അതിന് കൂടിക്കഴിയും. പണ്ട് റേഡിയോയില് ലളിതഗാനം പഠിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, രാവിലെ 8:30-ക്കോ 7:30-ക്കോ ഏതാണ്ടാണ് ലളിതഗാനം പഠിപ്പിക്കുന്നത്. സിമ്പിൾ ഈ ചെറിയ പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിങ്ങനെ പഠിപ്പിക്കും. ആ പാട്ട് ഇങ്ങനെ ട്യൂണാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ആ പാട്ട് ഇങ്ങനെ പഠിപ്പിച്ച് അവസാനം ഇനി വൃന്ദവാദ്യത്തോടെ ഈ പാട്ട് കേൾക്കാമെന്നാണ് ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അതായത് ഇൻസ്ട്രുമെന്റ്സ് കൂടെ ചേർത്തിട്ട് ഈ പാട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അത് കേൾക്കാനായിട്ട്. ഞാൻ രാവിലെ ഇരുന്ന് ഈ പാട്ട് പഠിക്കും. ഈ ലളിതഗാനം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ കൂടെ ഈ ഒരുങ്ങുന്ന സമയമാണ്, സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന സമയം, ഈ പാട്ട് പഠിച്ചിട്ട് വൃന്ദവാദ്യത്തോടെ വരുമ്പോൾ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, റേഡിയോ പണ്ട് കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഈ ഗ്രൂപ്പ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് കൂടെ അതിന് വരുമ്പോൾ തന്നെ ആ പാട്ടിന്റെ മനോഹാരിത കൂടുകയാണ്. അപ്പോ പല തലങ്ങളിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കുമെന്നുള്ള ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല കാര്യങ്ങളിലും കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം സോ ഇൻട്രസ്റ്റിംഗ്. അതിന്റെ മനോഹാരിത കൂടി വരികയാണ് നമ്മളിതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഈ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് എറ്റേണിറ്റി, സമയവും നിത്യതയും. ഈ സമയവും നിത്യതയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. നല്ലൊരു ക്രിസ്ത്യാനിയായിട്ടും നല്ലൊരു വിശ്വാസിയായിട്ട് ജീവിക്കാനായിട്ട് ഇതൊന്നും പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ല ഇത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ദൈവവചനത്തിന്റെ ആസ്വാദ്യത കൂടുവാനും ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർദ്ധിക്കുവാനും പല കാര്യങ്ങൾ കൂടുതൽ നമുക്കൊന്ന് ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടുമാണ് ഈ കാര്യങ്ങൾ. ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്
ഇത് എനിക്ക് വളരെ ഉത്സാഹം നൽകുന്നതും വളരെ പ്രയോജനം നൽകുന്നതും എൻ്റെ ചിന്തകളും ഒക്കെയും എൻ്റെ ഇമാജിനേഷൻസും എൻ്റെ എന്താ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനും ഒക്കെ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് തള്ളി വിടുന്ന കാര്യങ്ങളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അത് എനിക്കത് പ്രയോജനമായിരുന്നുകൊണ്ട് നിങ്ങളിൽ ചിലർക്കെങ്കിലും പ്രയോജനമാവുമെന്ന് കരുതുന്നു. പിന്നെ മുൻവിധിയോടെ ക്ലാസ്സിനെ നമ്മൾ സമീപിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്നൊരു ചിന്ത നമുക്ക് വേണ്ട. ഇതെല്ലാം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത്രയും ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് വലിച്ചു നീട്ടി എന്നൊക്കെ തോന്നുമായിരിക്കും. എന്നാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റെഡിയാക്കിയതാണ്. സമയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ടൈം. ഈ ടൈമിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പം നിങ്ങൾ വേറൊരു തലത്തിൽ ചിന്തിച്ചു തുടങ്ങണം. ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ വി ആർ ഇൻ സർട്ടൻ ടൈം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ, ഇന്ന്, നാളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു സമയത്തിൻ്റെ അകത്താണ്. വി ആർ ട്രാവലിംഗ് എലോങ് വിത്ത് എ ടൈം. ആ ടൈം എന്താണെന്ന് നമുക്കത് കാണാൻ പറ്റത്തില്ല, എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. ബട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഈ സമയത്തിൻ്റെ കൂടെ. ഈ സമയത്തിന് നമുക്ക് സ്വന്തമാണെന്ന് പറയാനായിട്ട് കഴിയുന്ന സമയം എന്ന് പറയുന്നത് ഈ മൊമെന്റ് മാത്രമാണ്, ഈ നിമിഷം മാത്രമാണ് സമയം അല്ലെ? ഈ സമയത്തിന് മുൻപുള്ളതും നമുക്കറിയില്ല, സമയം ഇനി വരാൻ പോകുന്നതും നമുക്കറിയില്ല. മുൻപുള്ളത് നമ്മുടെ മെമ്മറിയിൽ എന്തൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുവോ അത് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു കാര്യം അതിനു മുമ്പുള്ളത് നമ്മുടെ ചിന്തയിലോ നമ്മുടെ എന്താ പറയുന്നത് നമുക്കത് തൊട്ടു നോക്കാനോ അറിയുവാനോ ഒന്നുകൂടെ ഒന്ന് ഫീൽ ചെയ്യുവാനോ നമുക്ക് കഴിയത്തില്ല. വി കനോട്ട് ഗോ ബാക്ക് അല്ലെ? നമുക്ക് പുറകിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന ഈ പ്രസന്റ് മാത്രമാണ് നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ കോൺഷ്യസ് എന്ന് പറയുന്നത്. There is no past, there is no future. ഇത് മനസ്സിലാക്കി ഇങ്ങനെ വേണം യാത്ര ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ ഈ പാസ്റ്റ് എന്ന് ഞാൻ പറയുമ്പോൾ there is no past, actually that is in my memory. എന്റെ ഓർമ്മയിലിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പാസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗോൺ, അത് ഇല്ലാതെ പോയി. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എനിക്ക് അറിയാൻ വയ്യ, അത് ഉണ്ടാവുമോ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ വയ്യ. സോ എന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ടൈം മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ബീയിങ് എന്ന് നമ്മളെ കുറിച്ച് പറയുന്നത്. നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. വി കനോട്ട് ഗോ ബാക്ക്വേർഡ്സ്, വി കനോട്ട് ഗോ ഫോർവേഡ്. നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ നിൽക്കുന്ന ഈ മൊമെന്റ് മാത്രമേ നമുക്കറിയത്തുള്ളൂ. സോ ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ഒരു വേൾഡില്, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയില്, ആ അവസ്ഥയിലെ ഒരു ഫൈനൈറ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എപ്പോഴും ദൈവം ഇൻഫിനിറ്റ് ബീയിങ് ആണെന്ന് പറയും. അവന്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ നമ്മൾ വളരെ കാഷ്വലായിട്ട് നമ്മൾ പറയും. ഒരു വാക്യം വായിക്കാം. യെശയ്യാ പുസ്തകം 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നമ്മൾ സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇച്ചിരൂടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഫോർ ദസ് സേസ് ദ ഹൈ ആൻഡ് ലോഫ്റ്റി വൺ ദാറ്റ് ഇൻഹാബിറ്റത്ത് എറ്റേണിറ്റി. എറ്റേണിറ്റിയിൽ താമസമാക്കിയിരിക്കുന്നവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എറ്റേണിറ്റിയിൽ, നിത്യതയിൽ താമസമാക്കിയ, നിത്യതയിൽ വസിക്കുന്നവനായിരിക്കുന്ന വലിയവനായിരിക്കുന്ന ദൈവം എന്നാണ് യെശയ്യാവ് പറയുന്നത്. യെശയ്യാവ് ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ ഫിലോസഫറോ ഒന്നും അല്ല. എന്നാൽ യെശയ്യാവിനെ ദൈവം വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് യെശയ്യാവ് പറയുകയാണ്, ഈ പ്രവാചകൻ പറയുകയാണ്, ദൈവം എവിടെയാ വസിക്കുന്നത്? നിത്യതയിൽ വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോ ഇനിയൊക്കെ നിങ്ങൾ കുറെ ചിന്തിക്കാനായിട്ട് തുടങ്ങാൻ ഞാൻ 2 കൺസെപ്റ്റ്സ് തരാം. എന്തായിരിക്കും ഈ ദൈവത്തിന്റെ നിത്യത എന്ന് പറയുന്നത്? തിയോളജിക്കൽ സർക്കിളിൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സർക്കിൾസിലൊക്കെ 2 കൺസെപ്റ്റാണ് ഉള്ളത്. 2 കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മളിങ്ങനെ സമയത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടുന്നത്. ഇതൊന്നും പുതിയ കാര്യമൊന്നുമല്ല, നമ്മളൊക്കെ പാടും. സമയമാം രഥത്തില് പാടുന്നത് അതുകൊണ്ടാണ്. പാടുമ്പോൾ ഇതൊന്നും ആലോചിക്കുകയല്ല, പക്ഷെ വലിയ വലിയ കൺസെപ്റ്റാണ് നമ്മൾ പാടുന്നത്. ഈ സമയത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവവും നമ്മുടെ കൂടെ, ഈ സമയത്തില് ദൈവവും കൂടെ നമ്മുടെ കൂടെ വരികയാണെന്ന് വിചാരിച്ചു നോക്കുക. ഗോഡ് ഈസ് ഓൾസോ ട്രാവലിംഗ് അലോങ് വിത്ത് us. ദൈവവും നമ്മുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പോ ദൈവം
എങ്ങാണ്ട് ഇരിക്കുന്നു, എവിടെയെങ്കിലും ഇരിക്കുന്നു എന്ന് കൺസെപ്റ്റ് നമുക്കിപ്പോൾ ഇമാജിൻ ചെയ്യുന്നത്. ആ ദൈവം എൻ്റെ സമയത്തിൽ എൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഇതല്ലേ നമ്മുടെ കൺസെപ്റ്റ് സാധാരണ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല, ഞാൻ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൂടെ വരുന്നു, അല്ലേ? ഇതൊക്കെയാണ് നമ്മളിങ്ങനെ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ദൈവം എല്ലാ സമയത്തും ഉണ്ട്, ഞാൻ എവിടെ പോയാലും ഉണ്ട്, എന്നോടുകൂടെ ഏത് നേരത്തും ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളത്. സോ ഹി ഈസ് ഓംനി ടെമ്പററിലി എന്നാണ് ഈ തിയോളജിയിൽ പറയുന്ന വാക്ക്. എവറി പോയിന്റ് ഓഫ് ടൈം എൻ്റെ കൂടെ ദൈവം ഇങ്ങനെ ഇരിക്കുക, എൻ്റെ സമയത്തിൽ ദൈവം ഇങ്ങനെ ഇരിക്കുക. അപ്പോ അത് എൻ്റെ കൂടെ മാത്രമല്ല, എന്നു തൊട്ടോ എപ്പോ തൊട്ടോ ദൈവം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഈ സമയത്തിന്റെ കൂടെ ദൈവം പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോ ആ ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല എന്ന് പറയുമ്പോൾ ദൈവം അതങ്ങനെ എക്സിസ്റ്റ് ചെയ്യുകയാണ്. അതായത് ആദ്യമേ എക്സിസ്റ്റ് ചെയ്യുന്നു ദൈവം ഇങ്ങനെ. ഞാൻ ഇതിന് രണ്ടാമത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ട് ഇത് മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ദൈവം ഇതിൽ നമ്മുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ എന്നുള്ളതിനെ കുറച്ചുകൂടെ വലുതാക്കി എല്ലാവരുടെയും കൂടെ എന്നാക്കുക. അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴോ അല്ലെങ്കിൽ അതിനു മുമ്പോ എന്ന് തൊട്ടോ ദൈവം ഇങ്ങനെ കൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സമയത്തിനോട് കൂടെ ദൈവം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഇടപെടാനും അറിയാനും ഒക്കെ ദൈവത്തിന് കഴിയും. സങ്കീർത്തനം 90:2. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. എവിടെ റെഫറൻസ് പറഞ്ഞിരിക്കുന്ന നോക്കുക, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ. അപ്പോ അവിടെ ഒരു റെഫറൻസ് പോയിന്റ് ആണ്. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവമുണ്ട്. ലെറ്റ് ഇറ്റ് ബി ഓക്കെ. ദൈവമുണ്ട്. ദൈവം അന്നോട്ട് യാത്ര ചെയ്യുന്നു. ഏതോ ഒരു പോയിന്റിൽ വന്നപ്പോ ദൈവം പർവ്വതത്തെ നിർമ്മിച്ചു. ഇതിങ്ങനെ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ദൈവം. ഇതൊരു കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് പറയാം. ദൈവം ഈ സമയത്തിലൊന്നും അല്ല. ഗോഡ് ഈസ് എവേ ഫ്രം ദിസ്. ഇതിൽ നിന്നെല്ലാം മാറിയിരിക്കുക ദൈവം. ഞാൻ ഇതിനൊക്കെ കുറിച്ച് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഞാൻ തിയറി പറയുകയാണ്, ഇനി എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോ ദൈവം ഈ സമയത്തിനൊക്കെ വെളിയിലിരിക്കുക. സംവെയർ ദേർ. ഓക്കെ. സമയത്തിന്റെ വെളിയിലെന്ന് പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെങ്ങനെ ഇമാജിൻ ചെയ്യുന്നത്? സ്പേസിന് വെളിയിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എപ്പോഴും, അല്ലെ? നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സ്പേസിന് വെളിയിൽ, അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തല്ല ദൈവം. സ്പേഷ്യസ് വേറൊരു സ്ഥലത്താണ് ദൈവം ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്ന സമയത്തിനും വെളിയിൽ അത് ഇമാജിൻ ചെയ്യാനായിട്ട് ചെറുപ്പാണ്. ഞാനൊരു കഥ പറയാം, അപ്പം മനസ്സിലാവും. ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു യുവാവുണ്ടായിരുന്നു. അവൻ കഷ്ടപ്പെട്ട് അവന് പഠിച്ചു. ഡിപ്ലോമയ്ക്ക് അവൻ ജോയിൻ ചെയ്തു. ഡിപ്ലോമ 3 വർഷം അവൻ ഓരോ ദിവസവും കോളേജിൽ പോകും, വരും, പോളിടെക്നിക്കിൽ പോകും, വരും, പഠിച്ചു വന്നു. അവസാനം 3 വർഷം കഴിഞ്ഞപ്പോൾ അവൻ പാസ്സായി കഴിഞ്ഞിട്ട് അവനിങ്ങനെ വീട്ടുകാരെ നോക്കണം, പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അവനെന്ത് ചെയ്തു? അവസാനം ഗൾഫിലേക്കൊരു ജോബ് ശരിയായി. ഇവൻ ഗൾഫിലേക്ക് പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു ജോബ് കിട്ടി. ഇനി 2 വർഷം അവനോട് വർക്ക് ചെയ്താലേ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ അവൻ ഓരോ ദിവസവും എണ്ണി ഇങ്ങനെ ഓരോ ദിവസം വർക്ക് ചെയ്യുക. അപ്പോൾ ദുബായിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. ദുബായിൽ ലേബർ ക്യാമ്പിലാണ് അവന്. ആ ലേബർ ക്യാമ്പിൽ ഇരുന്ന് അവൻ ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് അവൻ്റെ വീട്ടിലെ സ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 5 മാസം 6 മാസമായി, 1 വർഷമായി, 1.5 വർഷമായി, 2 വർഷമായി. അവൻ തിരിച്ചു വരാനുള്ള ലീവ് കിട്ടി. അവൻ തിരിച്ചു വരാനായിട്ട് എയർപോർട്ടിലേക്ക് വരുന്നു, യാത്ര ചെയ്യുന്നു. എയർപോർട്ടിലേക്ക് അവിടെ നിന്ന് യാത്ര ചെയ്ത് എയർപോർട്ടിലേക്ക് വരികയാണ്. നിങ്ങളിപ്പോ എവിടാ? മനസ്സിലെവിടാ? നിങ്ങളിപ്പോ അവന്റെ കൂടെ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യല്ലേ? ഗോഡ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഈ കഥ പറഞ്ഞപ്പോ നിങ്ങൾ ഒരു ടൈമിനെ ഇൻവെന്റ് ചെയ്തു. നിങ്ങൾ പുതുതായിട്ടൊരു സമയത്തെ ഉണ്ടാക്കി. പക്ഷേ ഇവിടെ നിങ്ങൾ ഇരിക്കുക. ഇപ്പം സജീബദർ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ ഇരിക്കുക. നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. ഈ കഥ പറഞ്ഞപ്പോൾ ശരീരം പോലും അനങ്ങിയില്ല.
യു ആർ ഹിയർ. ഇനി ഞാൻ കഥ ആരംഭിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് വരും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് വെളിയിൽ ഒരു സമയത്തെ നിങ്ങൾ ഉണ്ടാക്കി, പക്ഷെ ആ സമയത്തിന്റെ അകത്തേക്ക് നിങ്ങൾ കയറിയില്ല. നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങളൊരു സമയത്തെ ഉണ്ടാക്കി. ആ സമയത്തിന്റെ അകത്ത് എത്ര വർഷം ട്രാവൽ ചെയ്തു? ആദ്യം 3 വർഷം ഡിപ്ലോമ, പിന്നെ ഒരു 2 വർഷം. അപ്പോ മൊത്തം 5 വർഷം നിങ്ങൾ ആ സമയത്തിൽ ട്രാവൽ ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് എൻ ഇൻസ്റ്റന്റ് ഹിയർ. 5 minutes ആയിരുന്നു ഇവിടെ എടുത്തത്. ഈ 5 minutes കൊണ്ട് അവിടെ ട്രാവൽ ചെയ്തു. ഇതാണ് നമ്മൾ ദൈവത്തിന്റെ 1000 സംവത്സരം, ഒരു സംവത്സരം പോലെ പറയുമ്പോൾ അർത്ഥമാക്കുന്നതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇതാണ്. സോ ഗോഡ് ഈസ് ഔട്ട് ഓഫ് ദിസ്. എന്റെ സമയത്തിൽ നിന്നും, ഞാൻ ട്രാവൽ ചെയ്യുന്ന ഈ സമയത്തിൽ നിന്നും വെളിയിലാണ് ദൈവം. ഈ ദൈവത്തിന് ഈ സമയം പുറത്തായതുകൊണ്ട് ഈ സമയത്തിന്റെ ഏത് സമയത്തും ദൈവത്തിന് ഇന്റർഫിയർ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലെ പാസ്റ്റ് ദൈവത്തിന് പാസ്റ്റ് അല്ല, എന്റെ ഫ്യൂച്ചർ ദൈവത്തിന് ഫ്യൂച്ചർ അല്ല. എവറിത്തിങ് ഈസ് പ്രസന്റ് ഫോർ യു. എല്ലാം ദൈവത്തിന് പ്രസന്റ് ആണ്. അവിടെ ദൈവത്തിന് ഒന്നും പാസ്റ്റായിട്ടും ഫ്യൂച്ചറായിട്ടും. അപ്പോ ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെയും നമുക്ക് ഉത്തരം നൽകി എന്ന് പറയുന്നതിന്റെ ഒക്കെയും ശരിയായിരിക്കുന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമുക്ക് ഉത്തരം ലഭിക്കുന്നതും ഒക്കെയും ദൈവത്തിന് ഓൾറെഡി അറിയാം. എനിക്ക് ഇതിനിടയിൽ ഒന്ന് പറയട്ടെ. ടുഡേസ് ന്യൂസ് പേപ്പർ ഓർ സംവെയർ ഐ റെഡ് വെരി ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. എന്താണെന്നറിയാമോ? ലക്ക് എന്ന് പറയുന്നത്, ഭാഗ്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ലക്ക്. അത് ഭാഗ്യമേ അല്ല എന്നുള്ളതാണ്. ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ, ഇപ്പോഴത്തെ ഒരു ഫിസിയോളജിക്കൽ കണ്ടുപിടുത്തമാണ്. നമ്മുടെ ജീനിൽ തന്നെയോ നമ്മുടെ ഇതിൽ തന്നെയോ ദ ലക്ക് ഈസ് എംബഡഡ് ഇൻ ദാറ്റ്. പിടി കിട്ടി ഞാൻ പറഞ്ഞത്. നമ്മള് ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ലോട്ടറി അടിക്കാന്ന് വെച്ചോളൂ. ലോട്ടറി അടിക്കുന്ന ആ ഭാഗ്യത്തെ നമ്മുടെ ഇതിൽ തന്നെ ഓൾറെഡി കോഡഡ് ആണ്. അത് ലക്ക് ഈസ് നോട്ട് എ ലക്ക് അറ്റ് ഓൾ. അതൊരു ലക്കല്ല. പക്ഷെ അത് സംഭവിക്കുമ്പോൾ നമുക്കത് ലക്കായിട്ട് തോന്നുന്നു. എനിക്കത് എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. അത് എവിടെയാ ഞാൻ കണ്ടിരുന്നു. ജസ്റ്റ് ഐ വാസ് റീഡിങ് ദാറ്റ്. വലിയൊരു കണ്ടുപിടുത്തമായിട്ടാണ് പറയുന്നത്. ദ ലക്ക് ഇറ്റ്സെൽഫ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്. ഭാഗ്യം പോലും മുൻപേ എഴുതപ്പെട്ടതാണ് എന്നുള്ളതാണ്. അവർ ഗോഡ് ആംഗിളിലൊന്നും അല്ല വന്നിരിക്കുന്നത്, അത് എഴുതിയിരിക്കുന്നത്. അത് സാധാരണ ഒരു സെക്യുലർ ഇൻഫർമേഷനാണ്. പക്ഷെ നമുക്കത് എളുപ്പമായി മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് ഗോഡ് ഹാസ് ഓൾറെഡി ഡിറ്റർമിൻഡ് എന്തെന്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളത് ഗോഡ് ഹാസ് ഓൾറെഡി പ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഹീസ് ഔട്ട് ഓഫ് ദിസ് ടൈം. ഈ സമയത്തിന് വെളിയിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഇതെല്ലാം മനസ്സിലാക്കുകയാണ്, അറിയുകയാണ്, ഇതെല്ലാം ചെയ്യുകയാണെന്ന് വരും. അതാണ് ഉൽപ്പത്തി പുസ്തകം 1:1. എന്താ ഉൽപ്പത്തി പുസ്തകം 1:1? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് നോർമലി മോസ്റ്റ് ഓഫ് ദ തിയോളജിയൻസ് പറയുന്നത് ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നു. ദർ ഇസ് എ സംതിങ് എൽസ്, വേറെ ഏതോ ഒരു സമയമാണ് എന്നാണ് അവിടെ ചിലര് ഭൂരിപക്ഷം പേരും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്ന ഒരു ടൈം അവിടെ ആരംഭിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ ആ വാക്യത്തെ കാണുമ്പോൾ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ആ ബിഗിനിങ്ങിന് മുമ്പേ ആരുണ്ട്? ദൈവമുണ്ട്. ഇൻ ദ ബിഗിനിങ്ങിന് മുമ്പ് ദൈവമുണ്ട്. ആദിയിൽ എന്ന് പറയുന്ന ആദിക്ക് മുൻപേ ആരുണ്ട്? ദൈവമുണ്ട് എന്നുള്ളത്. ഗോഡ് വാസ് എക്സിസ്റ്റിംഗ്. ഇത് ചിന്തിക്കുന്നവർക്ക് തന്നെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മള് യൂദായുടെ പുസ്തകത്തിൽ 25-ാം വാക്യം എന്താ പറയുന്നത്? യൂദ 25. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ബിഫോർ ഓൾ ടൈം ആൻഡ് നൗ ആൻഡ് ഫോർ എവർ. അപ്പോ എല്ലാ സമയത്തിന് മുമ്പേയും ഇപ്പോഴും ഇനിയുള്ള സമയവും അല്ലെ. എന്തൊക്കെയാ നോക്കിയാ അതിന്റെ അർത്ഥമൊക്കെ നോക്കിക്കേ. അപ്പോ മുമ്പേ ഉള്ള സമയത്ത് മുമ്പേ ഉള്ള ദൈവം ഇപ്പോഴും ഉണ്ട്, ഇനിയുള്ളവനുമായിരിക്കുന്ന ദൈവം. അപ്പോ അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മള്
കൂടുതൽ മനസ്സിലാക്കേണ്ടതും കൂടുതൽ അറിയേണ്ടതും കൂടുതൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന്റെ ഈ സമയത്തിന് വെളിയിലുണ്ടെന്നുള്ളതും അല്ലെങ്കിൽ സമയത്തിന്റെ കൂടെ ട്രാവൽ ചെയ്യുകയാണെന്നുള്ളതും ഒക്കെ ഒന്നും ദൈവവചനത്തിൽ അധികമായിട്ട് നമുക്ക് വചനങ്ങളിൽ വാക്യങ്ങൾ വഴിയായിട്ടൊന്നും വലുതായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് വി മേ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്. അത് നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിയുടെയും നമ്മുടെ റീസണിങ് പവറിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ചിന്തയിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു സഹോദരൻ മരിക്കുകയോ സഹോദരിയോ മരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ നമ്മൾ പറയുന്നത്? നിത്യതയിലേക്ക് പോയി. ശരിയാണോ? കർത്തൃസന്നിധിയിലേക്ക് പോയി. കർത്തൃസന്നിധിയിലേക്ക് പോയി. പിന്നെ നിദ്ര പ്രാപിച്ചു. ആലോചിക്കണേ, ഈ പറയുന്ന ഫ്രേസസ് ഒക്കെ ഒന്ന് ആലോചിക്കണേ. കർത്തൃസന്നിധിയിൽ പോയി, നിദ്ര പ്രാപിച്ചു, പിന്നെ നിത്യതയിൽ വിശ്രമിക്കുന്നു, ദൗത്യം പൂർത്തിയാക്കി, ഭൂമിയിലെ ദൗത്യമൊക്കെ പൂർത്തിയാക്കി കഴിയും. ഇത്രയും ഫ്രേസസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഈ ഫ്രേസസ് എല്ലാം തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ അതോ കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഫൺ. നിത്യതയിൽ വിശ്രമിക്കുന്നു ഒരാൾ പ്രസംഗിക്കുമ്പോൾ പറയുന്നു, വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ പറയും ഇല്ല, കർത്താവ് അവിടെ സന്തോഷിക്കുക എന്ന് പറയുന്നു. ഈസ് ഇറ്റ് മാച്ചിങ്? കോൺട്രഡിക്റ്റിംഗ് അല്ലേ? വിശ്രമിക്കുന്ന ആളെങ്ങനെ സന്തോഷിക്കുന്നത്? എന്നിട്ട് വായിക്കുന്ന വാക്യം പറയുമ്പോൾ ഇപ്പൊ ദേഹമില്ലാത്തവനായിട്ട് ദേഹം ഇവിടെ കിടക്കുന്നു, ദേഹിയും ആത്മാവും പോയി എന്ന് പറയുന്നു. അപ്പോ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. വി ആർ കോൺട്രഡിക്റ്റിംഗ് അവർസെൽസ് അല്ലേ? ഏതാ ശരി, എന്താണ്? ഒരർത്ഥവുമില്ല, ഒരു കാര്യവുമില്ല നമ്മൾ ഈ പറയുന്നതല്ലേ. സോ ഈ തിയോളജി അല്ലെങ്കിൽ ഈ ഫിലോസഫി എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ ക്ലാസ്സും ഈ ചിന്തയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ദൈവം? എന്താണ് നിത്യത? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയുമില്ലാതെ നമ്മൾ ക്ലീശയായിരിക്കുന്ന ചില വാക്യങ്ങളും വാക്കുകളും പ്രസംഗങ്ങളും മറ്റ് സമുദായത്തിൽ നിന്ന് എടുത്ത വാക്കുകൾ, പേപ്പറിൽ വായിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം എടുത്ത് നമ്മൾ ആശ്വസിപ്പിക്കുക. വി ആർ കംഫർട്ടിങ് ദം. വാട്ട് ഈസ് അവർ തിയോളജി? എന്താ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തിയോളജി? എന്താണ്? എന്താ പഠിച്ചിരിക്കുന്നത്? എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? ആൻഡ് വി ബോസ്റ്റ് മെനി തിങ്സ്, ബട്ട് ദിസ് ബേസിക് തിങ് വി ഡോണ്ട് നോ. വി നെവർ തോട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് അരുണാചൽ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. മരണം എന്നുള്ളത് റിയാലിറ്റി ആണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വലിയ സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. മെറ്റാഫിസിക്കൽ ഈവന്റ്. നമ്മുടെ ഫിസിക്സും നമ്മുടെ കെമിസ്ട്രിയും നമ്മുടെ ബയോളജിയും എല്ലാം തോറ്റുപോകുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഗോയിങ് ടു ഫേസ് ഇൻഡിവിജ്വലി. നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ്. മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വാട്ട് ഈസ്, എന്താണ് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നമ്മുടെ ബുദ്ധിയിൽ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ കാര്യം ക്ലിയർ ആണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മൾ നോട്ട് ചെയ്യാത്ത, നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കുന്ന പറയുന്ന ഒത്തിരി കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് ഈസ് ഓൾവേസ് ബ്ലാക്ക്, ഇറ്റ് കനോട്ട് ബി നോൺ ബ്ലാക്ക് അല്ലേ? കറുപ്പ് കറുപ്പായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. കറുപ്പിനൊരിക്കലും മാറ്റം വരുന്നില്ല. കറുപ്പ് നമുക്ക് വേറെ വെള്ളയെന്നോ ചുമപ്പെന്നോ പറയാൻ പറ്റത്തില്ല. കറുപ്പിനെ പറയാൻ പറ്റും. കറുപ്പല്ലാത്തതെല്ലാം കറുപ്പല്ലാത്ത സാധനങ്ങളാണ്, പക്ഷെ കറുപ്പ് തന്നെയാണ്. There is two concepts. One is objective and subjective. ഇത് രണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഈ ക്ലാസിന്റെ ഒരു ബേസിക് ഇതാണ്. ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആൻഡ് സബ്ജക്റ്റീവ് ട്രൂത്ത് എന്നൊരു വാചകം കേട്ടിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് ചേർന്നത്, അതായത് നടന്ന സംഭവവുമായിട്ട് ചേർന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ സംഭവം അല്ലെങ്കിൽ ആ സംഭവത്തെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, അതാണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ സംഭവത്തെ കുറിച്ച് എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ് സബ്ജക്റ്റീവ്. ഓക്കെ, ഞാൻ ഉദാഹരണം പറയാം. ഇത് ഈ ക്ലാസ്സിൽ പറയേണ്ട ഒരു കാര്യമല്ല, എങ്കിലും ഞാൻ അതുകൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നു.
3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാള് താഴെ വീണു മരിച്ചുപോയി. 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരാള് താഴെ വീണ് മരിച്ചുപോയി. അയാൾ മാത്രമായിരുന്നു മുകളിൽ ഉണ്ടായിരുന്നത്. അയാൾ വീണ് മരിച്ചുപോയി. എന്താ സംഭവിച്ചത് അവിടെ? എ മാൻ ഫെൽ ഡൗൺ. ഒരാള് വീണു മരിച്ചു. ഇതാണ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം വീണ് മരിച്ചു. ഇനി സബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നറിയാമോ? ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, അവൻ സൂയിസൈഡ് ചെയ്താണ് ചാടുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. അവന്റെ മനസ്സിലുണ്ടായതാണ്. അവൻ അതും കൂടെ ചേർത്ത് പറയാം, ചാടുന്നത് ഞാൻ കണ്ടു, അത് സൂയിസൈഡ് ആണെന്ന് പറയാം. വേറെ ആൾ പറയാം, അല്ല, ആരാണ്ട് പുറകിന്ന് തള്ളിയിടുന്ന പോലെ തോന്നി, അതാണ്, ഇത് കൊലയാണ് എന്ന് പറയും. വേറൊരാൾ പറഞ്ഞു, ഇല്ല, അവൻ ചുമ്മാ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കാനും താഴെ വീണതാണെന്ന് പറയും. അപ്പോ ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്തിന് ഇപ്പൊ തന്നെ 3 സബ്ജക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻസോ പിടികിട്ടിയോ? നമ്മൾ ആശ്രയിക്കുന്ന മിക്കവാറും 99% നമ്മൾ ആശ്രയിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകളും പറയുന്നതൊക്കെയും സബ്ജക്റ്റീവാണ്. ഈ ഒബ്ജക്റ്റീവായിരിക്കുന്ന കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇഷ്യൂസ് വരുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെദർ ഇറ്റ് ഈസ് എൻ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഓർ എ സബ്ജക്റ്റീവ് ട്രൂത്ത്. ഈ അലവൻസ് നമ്മൾ എപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവ് ആണോ അത് സബ്ജക്റ്റീവ് ആണോ എന്നുള്ളത്. പക്ഷെ ട്രൂത്ത് എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ, ഒരു ട്രൂത്തേ ഉള്ളൂ. അപ്പൊ യേശുക്രിസ്തു പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിന്റെ അർത്ഥം എന്താണ്? ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ള ക്വാളിഫിക്കേഷൻ, ക്വാളിറ്റി ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു സത്യമാണെന്ന് നമ്മൾ പറയുമ്പോൾ എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? ദൈവത്തെക്കുറിച്ചുള്ള അബ്സല്യൂട്ട് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒബ്ജക്റ്റീവ് ആയിരിക്കുന്ന കാര്യം പറയാൻ യേശുക്രിസ്തുവിന് മാത്രമേ അറിയത്തുള്ളൂ. ബിക്കോസ് ഹി ഈസ് ഗോഡ്. അവൻ ദൈവമായതുകൊണ്ട് ദൈവം എന്താണെന്ന് അവന് പറയാൻ പറ്റും. വേറൊരൊറ്റ മനുഷ്യർക്കും ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻസ് ആണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആക്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്, ദൈവത്തിന്റെ ഡീലിങ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ട്രൂത്ത്, ഒരൊറ്റ ട്രൂത്തേ ഉള്ളെന്ന് പറയുമ്പോൾ, ഒരു സത്യമേ ഉള്ളെന്ന് പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നത്. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ റിയാലിറ്റി. അതായത് റിയാലിറ്റി എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്ന സത്യത്തെ, ദൈവം എന്ന് പറയുന്ന ഉണ്മയെ നമ്മൾ കണ്ടിട്ടില്ല, നമുക്കറിയത്തില്ല. എക്സാക്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. ബിക്കോസ് ഹി ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോ യേശുക്രിസ്തു മാത്രമേ സത്യം എന്ന് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം, അതിന്റെ ഫിലോസഫിക്കൽ അർത്ഥം ഇതാണ്. അവന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, എത്രമാത്രം ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ, എത്രമാത്രം ഈ സത്യത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റീവായിരിക്കുന്ന വസ്തുതാപരമായിരിക്കുന്ന സത്യം, അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, വസ്തുതാപരമായിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എത്രത്തോളം നമ്മൾ അടുക്കുന്നുവോ അതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ മരണത്തെക്കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ ഒബ്ജക്റ്റീവായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഞാൻ പറഞ്ഞതെല്ലാം സബ്ജക്റ്റീവായിരിക്കുന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ബൈബിളിലെ വാക്യങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ള ശരിക്കും മനസ്സിലാകാതെയും അത് നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തലച്ചോറിൽ നമ്മൾ ശരിക്കൊന്ന് അനലൈസ് ചെയ്യാതെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പറയും. യേശുക്രിസ്തു സൗഖ്യമാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? സൗഖ്യമാക്കൂ. വി കനോട്ട് മേക്ക്, ഒരു അനുഭവത്തെ വെച്ചിട്ട് വി കനോട്ട് മേക്ക് ഇറ്റ് ആസ് എൻ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആക്കാൻ പറ്റത്തില്ല. എന്റെ അനുഭവത്തിൽ യേശുക്രിസ്തു എന്നെ സൗഖ്യമാക്കി എന്നുള്ളത് കൊണ്ട് വേറെ ആൾക്ക് അത് സൗഖ്യമാകണമെന്നില്ല. വി കനോട്ട് അപ്ലൈ ടു എവ്രിബഡി. അതെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എനിക്ക് സുഖമായി. ദൈവത്തിന് മിറാക്കിളിനെ ഞാൻ ഒഴിവാക്കല്ല, അങ്ങനെ പോരല്ലേ. ഇപ്പൊ നമ്മൾ ഫിലോസഫിക്കലി നമ്മൾ ചിന്തിക്കുക. അപ്പോ ദൈവം എന്നെ സൗഖ്യമാക്കിയത് കൊണ്ട്, ആ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിലും എനിക്ക് സുഖമായതുകൊണ്ട്, ഇതേ ദൈവം, അവിടെ നമ്മൾ പറയുന്ന വാക്കെന്താ? മാറ്റമില്ലാത്ത ദൈവം. ഇന്നലെ ദൈവത്തെ അത്ഭുതം ചെയ്യാമെങ്കിൽ ഇന്നും ചെയ്യാനായിട്ട് കഴിയുമെന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താ? ദൈവം ഇന്നും എന്നും എന്നൊക്കെ മാറ്റമില്ലാത്തവൻ നമ്മൾ പറയുമ്പോൾ വി ആർ മിക്സിംഗ് ടു തിങ്സ്. ഇവിടെ നമ്മൾ പറയുന്നത് സൗഖ്യമാക്കുക എന്ന് പറയുന്ന ദൈവത്തിന്റെ ആക്ഷനും ഇന്നും ഇന്നലെയും ഇന്നും എല്ലാം ഒരു മാറ്റമില്ലാത്തതെന്ന് പറയുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ബീയിങ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ
ബീയിങ്. ദൈവം ആരാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ ആക്ഷനാണ്. ആക്ഷൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ദൈവത്തിന്റെ ക്രിയകൾ, ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ. ഈ ഹിതത്തിനനുസരിച്ചാണ് ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ബീയിങ്ങുമായിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്ന വെച്ചാൽ അത് ഉപയോഗിക്കല്ല ഇവിടെ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥനയിലൊക്കെ നമ്മളത് പറയും അല്ലേ, മാറ്റമില്ലാത്ത ദൈവം അന്ന് അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ഇന്നും അത്ഭുതം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ബീയിങ് ഓഫ് ഗോഡ്. പിടികിട്ടിയല്ലോ? ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദമാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത്, നമ്മൾ പരസ്പര വിരുദ്ധമായിട്ട് നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെയൊക്കെ പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് നമ്മൾ ഫെമിലിയറായി നമുക്ക് അങ്ങ് തെറ്റിപ്പോയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ദൈവത്തിന്റെ ട്രിനിറ്റിയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ട്രിനിറ്റിയിൽ ദർ ഇസ് നോ ടൈം ലാഗ്. കാരണം എന്തുകൊണ്ടാ? ടൈം ലാഗ് ഇല്ല. നമുക്കെന്താ ടൈം ലാഗ് ഉള്ളത്? എനിക്കിപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു മെസ്സേജ് എനിക്ക് വന്നു. എനിക്ക് എന്തെങ്കിലും ഈ പ്രയർ മീറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് ആനിയോട് ഷെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബ്രദറിനോട് ഒരു കാര്യം പറയാനുള്ളത്. ഇത് കണ്ടിട്ടാണ് ദർ ഇസ് എ ലാഗ്. അവിടെ ഒരു ലാഗ് ഉണ്ട്. ഞാൻ പറയുന്ന കാര്യം ഇപ്പൊ ചില ഭാര്യമാർ പറയത്തില്ലേ, എന്നോട് ഇതുവരെ പറഞ്ഞില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ദർ ഇസ് എ ടൈം ഡിലേ. ഇവിടെ ഒരു ടൈം ഡിലേ ഉണ്ട്. ഇത് ദൈവത്തിന് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാ? ആ ഡിലേ എന്നുള്ള വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ടൈമില്ല. ദർ ഇസ് നോ ടൈം ദർ. സമയമില്ലാതിരിക്കുന്ന ഒരവസ്ഥയില്, സമയത്തിന്റെയൊക്കെ വെളിയിരിക്കുന്ന ഒരവസ്ഥയില് ദൈവത്തിന് പുത്രനോട് പറയുവാൻ തക്കവണ്ണമായിട്ട് ഒരു സമയം എടുക്കുന്ന ഒരു കൺസെപ്റ്റേ അവിടെ ഉദിക്കുന്നില്ല. ഇത് ശരിയാണ്, നമുക്കറിയാമെങ്കിലും പക്ഷെ നമ്മുടെ ഇമാജിനേഷനിൽ എങ്ങനെയാ ഇത്? നമ്മുടെ ചിന്തയിൽ എന്താ വന്നിരിക്കുന്നത്? പിതാവ് പുത്രനോട് ഇൻസ്റ്റന്റ്ലി, ഉടനെ പറയുന്നു എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റന്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ തെറ്റിപ്പോയി. അവിടെ ഒരു ടൈം ഫാക്ടർ വന്നു കഴിഞ്ഞു. അവിടെ സമയമില്ല. ഇത് നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ മുകളിലാണ്. പറ്റത്തില്ല. നമുക്ക് ഈ സമയത്തിന് വെളിയിലേക്ക് നമുക്ക് ചാടാനായിട്ട് ഒക്കത്തില്ല. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 ട്രെയിൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, അല്ലേ എന്ന് അങ്ങനെയാണല്ലോ സാധാരണ. അപ്പൊ ഈ ട്രെയിനിന്റെ അകത്തിരിക്കുന്ന നമുക്ക് മറ്റേ ട്രെയിനിനെ നോക്കുമ്പോൾ ആ ട്രെയിൻ മൂവ് ചെയ്തു, എൻ്റെ ഇത് സ്റ്റേഷനറി ആണ്. പക്ഷെ എനിക്ക് എന്താ തോന്നുന്നത്? ഞാൻ മൂവാണ്. ഇതാണ് റിലേഷൻ. നമ്മളിത് ഒത്തിരി പഠിച്ചിട്ടുള്ളതാ, അറിയാവുന്ന റിലേറ്റീവായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ ആ ട്രെയിൻ മൂവ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ട്രെയിൻ മൂവ് ആകുന്നു എന്നുള്ളത്. സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഹി അണ്ടർസ്റ്റാൻഡ്സ് മോർ വാട്ട് ആക്ച്വലി ഈസ് ഹാപ്പനിങ് എന്നുള്ളത് ആർക്കാ അറിയാവുന്നത്? ആ വെളിയിൽ നിൽക്കുന്ന ആൾക്കാണ് അറിയാവുന്നത്, സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്കാണ്. ഞാൻ ഇരിക്കുന്ന ട്രെയിനിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന പോലെയും ആ ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്ക് അദ്ദേഹം മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ തോന്നും നമ്മളാണ് മൂവ് ചെയ്യുന്നത് തോന്നും. ഈ 2 പേരും ഏത് റെഫറൻസ് പോയിന്റിൽ നോക്കണം? സ്റ്റേഷനിൽ നോക്കിക്കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാവും സ്റ്റേഷൻ അവിടെ നിൽക്കുന്നു, എൻ്റെ ട്രെയിൻ റിലേറ്റീവ്ലി സ്റ്റേഷനറി ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ട്രെയിൻ അല്ല മൂവ് ചെയ്യുന്നത്, ആ ട്രെയിനാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കും. സോ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, അവിടെ ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷന് ഈ 2 ട്രെയിനിന്റെയും സമയത്തിന് വെളിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ട്രെയിനിൽ ഇരിക്കുന്ന ഞാന് നടന്നു പോയി അങ്ങോട്ട് പോകുമ്പോൾ, അപ്പുറത്തെ ബർത്തിലോട്ട് പോയി ഇരിക്കുമ്പോൾ അവിടെ ഒരു സമയം എടുത്തല്ലോ, അവിടെയും ഒരു സമയം എടുത്തല്ലോ. പക്ഷേ ആ വെളിയിൽ നിൽക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് ഈ സമയം ബാധകമല്ല. കാരണം ഈ ട്രെയിൻ മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ദ ഹോൾ ട്രെയിൻ ഈസ് മൂവിങ്. വെളിയിൽ നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ ഇടത്തോട്ട് നടന്നാലും വലത്തോട്ട് മുമ്പോട്ട് പോയാലും പുറകിലോട്ട് പോയാലും ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റിലവന്റ്. ദ ഹോൾ ട്രെയിൻ ഈസ് മൂവിങ്. ആ മൊത്തം ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്ക് ഇതൊരു പ്രശ്നമല്ല. അപ്പോ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ദൈവത്തെക്കുറിച്ച്, ആദ്യത്തെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നവർ പറയുന്നത്, അങ്ങനെയുള്ള ചിന്തിക്കുന്നവർ പറയുന്നത്, ദൈവവും കൂടെ ഈ ട്രെയിനിന്റെ കൂടെ യാത്ര ചെയ്ത, അല്ലെങ്കിൽ ഇതിന്റെ അകത്തേക്കും ദൈവം കയറുന്നു എന്ന് വരാം. വേറൊരു കൺസെപ്റ്റാണ് ഞാൻ രണ്ടാമത് പറഞ്ഞ കൺസെപ്റ്റ്. ഇതിനെല്ലാം വെളിയിൽ ദൈവം നിന്നിട്ട് ഇത് ചെയ്യുന്ന. ഞാൻ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞാനിപ്പോ ഒന്നും എസ് ഓർ നോ എന്ന് പറഞ്ഞില്ല, ചിന്തിക്കുക.
അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ വന്നത്? ദൈവം എങ്ങനെ ഈ ഭൂമിയിൽ വന്നത്? അല്ലേ? സമയത്തിന് വെളിയിലല്ലേ ദൈവം? ദൈവം എങ്ങനെയാ ഈ യേശു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്? എങ്ങനെയാണ് അപ്പോഴ്? ദൈവം ഈ ഇൻഫിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം ഇല്ലാത്ത ദൈവം. ഇൻഫിനിറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നില്ല. ദർ ഇസ് നോ ടൈം. ആ ദൈവം അവിടെ നിന്ന് എന്റെ ടൈമിന്റെ ഈ ബബിളിന്റെ അകത്തോട്ട് ദൈവം കയറി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോഴ്, അങ്ങനെയാണെങ്കിൽ ആ ബബിളിന്റെ അകത്തോട്ട് കയറാനായിട്ട് ദൈവത്തിനൊരു സമയം വേണ്ടേ? എപ്പോഴാ കയറിയത്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയങ്ങള് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയങ്ങള് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഹിസ് ടൈം എന്നൊക്കെ നമ്മൾ പാടുമ്പോഴും കർത്താവിന്റെ സമയത്ത് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടാണ് നമ്മളത് പറയുന്നത്. വി ടേക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി ആൻഡ് വി ബിലീവ് ദാറ്റ് ദൈവവും എന്നോടുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്, അവന് സമയമായിട്ടില്ല. അല്ലേ? നമ്മൾ പറയാറില്ലേ? നമ്മൾ പറയുന്ന വാചകങ്ങളുടെയൊക്കെ ആ ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഇതൊന്നും അതുകൊണ്ട് അടുത്ത ആഴ്ച നിർത്തണമെന്നല്ല പറയുന്നത് കേട്ടോ, അതൊന്നുമല്ല. പക്ഷേ അതിൻ്റെയൊക്കെ റിയൽ മീനിങ് മനസ്സിലാക്കാൻ ഞാൻ പറയല്ലോ, പാട്ടിന്റെ കൂടെ ട്യൂൺ വരുമ്പോഴെന്ത് മനോഹരമാണെന്നുള്ളത്. ഈ അറിവ് കൂടെ നമുക്ക് വരുമ്പോഴാണ് ഇതൊക്കെ കുറച്ചുകൂടെ ഒരു മനോഹരമായിട്ടും കുറച്ചുകൂടെ ഒന്ന് ഹൃദ്യമായിട്ടും ഒക്കെ നമുക്ക് തോന്നും. അപ്പോഴേ ഈ വർഷിപ്പൊക്കെ ഇങ്ങനെ വർദ്ധിക്കും. ഞാൻ പറയട്ടെ, എന്റെ പേഴ്സണലി ഞാനിതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മൈ വർഷിപ്പ് ഹാസ് ചേഞ്ച്. ഞാൻ ദൈവത്തെ കാണുന്നത് എന്റെ പഠനത്തിന്റെയും എന്റെ അറിവിന്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ദൈവത്തെ കാണുന്നത്. അപ്പോ എന്റെ വർഷിപ്പും എന്റെ ചിന്തയും ഒക്കെ, ലാംഗ്വേജ് അല്ല ഞാൻ പറയുന്നത്, വാക്കുകളല്ല, പക്ഷെ എന്റെ മനസ്സിലുള്ള ഐഡിയ വിൽ ബി സംതിങ് എൽസ്. ഓക്കെ? അപ്പൊ ഇതെല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നറിയാമോ നമ്മുടെ വർഷിപ്പൊക്കെ. ഗോഡ്, ദൈവത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ നമുക്ക് മാറുമ്പോൾ നമ്മളെപ്പോഴും ദൈവത്തെ എടുക്കുന്നത് നമ്മുടേതായിരിക്കുന്ന ടൈം ഫ്രെയിമിൽ, നമ്മുടേതായിരിക്കുന്ന ചിന്തയ്ക്കകത്ത് വെച്ചിട്ടാണ് നമ്മൾ ദൈവത്തെ മെഷർ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ. ഇൻ ഹിസ് ടൈം എന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം, ഇൻ ഹിസ് ടൈം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ വെരി പ്ലെയിൻലി നമ്മൾ അത് ദൈവത്തിന് സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമ്മുടെ സമയത്തിന്റെ ഇത് വെച്ച് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഗോഡ് ഹാസ് ഓൾറെഡി ഡിറ്റർമിൻഡ്, എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ദൈവം ഇതിന്റെ അകത്തോട്ട്, ഈ ടൈം ക്യാപ്സൂളിന്റെ അകത്തോട്ട് ദൈവം കയറിയോ? കയറി അല്ലേ? നമ്മുടെ ടൈമിന്റെ അകത്തേക്ക് ദൈവം കയറി. എന്റെ ക്വസ്റ്റ്യൻ അതല്ല. എന്റെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ദൈവം ഇത് തീരുമാനിച്ചത്? ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാല് എന്നെ തെരഞ്ഞെടുത്തതും കർത്താവ് ഈ ഭൂമിയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചതും എല്ലാ കാര്യങ്ങളും എപ്പോ തീരുമാനിച്ചതാണ്? ഇൻ എ ടൈംലെസ് സ്റ്റേജിൽ, സമയമില്ലാത്ത അവസ്ഥയിൽ ദൈവം ചെയ്തതാണ്. അപ്പോ ഇതിന്റെ അകത്തോട്ട് ദൈവത്തിന് കയറാനായിട്ട്, ഈ ടൈം ഫ്രെയിമിന്റെ അകത്തോട്ട് കയറാൻ, ഇപ്പൊ നല്ല ഒരു ട്രിക്കിയാണിത്. ഈ ടൈം ഫ്രെയിമിന്റെ അകത്തോട്ട് കയറാൻ, നമ്മുടെ ടൈം ഫ്രെയിം ഉണ്ടല്ലോ, നമ്മുടെ സമയത്തിന്റെ അകത്തേക്ക് ദൈവം കയറാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? പണ്ടേ തീരുമാനിച്ചു. എപ്പോഴാ കയറിയത്? എപ്പോ കയറി എന്ന് പറയുമ്പോഴത്തേന് പ്രശ്നമായി. കാരണം ടൈം അവിടെ വരുന്നു. ഇത് സിമ്പിൾ ആയിട്ടൊരു കാര്യമല്ല. ഇത് ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്ത, ഇത് എങ്ങനെയാണിത്, ഹൗ ദിസ് വർക്ക് ഔട്ട്, എങ്ങനെയാണിത്? നമ്മളിപ്പോ ചിന്തിക്കുന്നതിനെ കൊണ്ട് പലരും ചിന്തിച്ചു, അവരൊക്കെ ചിന്തിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചു. അപ്പോ അതിന് ചിലര് പറയുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ സമയം കൂടെ ദൈവത്തിന്റെ സമയമില്ലായ്മയിലുള്ളതാണ്. പിടികിട്ടുകയില്ല, മനസ്സിലാക്കാൻ പാടാ. ഈ സമയം എന്ന് പറയുന്നതും ഗോഡ് ഹാസ് ഓൾറെഡി, ദൈവത്തിന്റെ ആ പദ്ധതിയിലുള്ള കാര്യമാണ്. സമയമില്ലാത്ത അവസ്ഥയിലുള്ള ഒരു കാര്യമാണ് ഈ സമയം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദൈവം ആരാ? അല്ലേ? നമ്മള് തെറ്റ് ചെയ്യുന്നു, പാപം ചെയ്യുന്നു, ക്ഷമ പറയുന്നു, ഇതൊക്കെ നമ്മൾ എന്ത് സിമ്പിളായിട്ടും ലാഘവത്തോടെയും ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിന് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അല്ലേ? God who determined everything in the timeless stage, ഇല്ലാത്ത സമയത്ത് ദൈവം തീരുമാനിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് ദൈവം ഓരോ കാര്യങ്ങൾ ഇത് ചെയ്തു. ഇതെല്ലാം അപ്പൊ ഞാൻ ഈ ടൈം ഫ്രെയിമിന്റെ അകത്ത് ഞാൻ ജനിക്കും എന്നുള്ളതും ഞാൻ മരിക്കും എന്നുള്ളതും ഞാൻ കർത്താവിനെ സ്വീകരിക്കും എന്നുള്ളതും സ്വീകരിക്കത്തില്ല എന്നുള്ളതും ഇതെല്ലാം വന്നിട്ട് ഇറ്റ് ഈസ് ഓൾറെഡി ഡിറ്റർമിൻഡ് ഇൻ ദ ടൈംലെസ് എറ്റേണിറ്റി. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. എന്നാലും when we try to understand, പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വാട്ട് എവർ ഗോഡ് ഹാസ് റിവീൽഡ്, ഞാൻ പറയുന്നത് ആ സർക്കിളിന്റെ അകത്ത് ഗോഡ് നോസ്, നമുക്ക് മനസ്സിലാകത്തില്ല, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്നറിയാം. പക്ഷേ
ബട്ട് സ്റ്റിൽ ഹി വാണ്ട് ടു ടെൽ സംതിങ് ടു us. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും മനസ്സിലാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ് എൻ്റെ സ്റ്റെപ്പ്. Then he will be happy to reveal so many things. ദൈവം റിവീൽ ചെയ്യാനായിട്ട് സന്നദ്ധനായിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ബൈബിളിലുള്ളത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അത് നമ്മൾ എഫേർട്ട് എടുക്കുക. റെസ്റ്റ് അതിന് ശേഷമുള്ളതുകൊണ്ട് വിച്ച് ഗോഡ് കൻ നോട്ട് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ, ഓർ ഈവൻ ഇഫ് ഹി കമ്മ്യൂണിക്കേറ്റ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് അത് നമുക്കങ്ങ് വിടാം. ബാക്കിയുള്ള കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ ഓരോ വാക്യങ്ങളും ഓരോ അർത്ഥങ്ങളും, അതിനാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നത്, തിയോളജിയൻസിന്റെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ നമ്മൾ പാടുന്നത്. ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവരെങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കിയെന്ന് വായിക്കുമ്പോഴത്തേന് my knowledge about God will expand.